ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും കണ്ടുവരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ആണ് ഹെയർ ഫോൾ അഥവാ അലോപേഷ്യ എന്ന് പറയുന്നത്. ഹായ്, ഐ എം നീന, എസ്തെറ്റിക് കൺസൾട്ടന്റ് ഫ്രം നീൻസ്യോ. ഈ അലോപേഷ്യ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് നമുക്ക് നോക്കാം. തൈറോയ്ഡ് ഉണ്ടെങ്കിൽ വരാം, സ്ത്രീകളിലാണെങ്കിൽ PCOS ഉണ്ടെങ്കിൽ വരാം, അതുപോലെ അമിതമായിട്ടുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വരാം, വൈറ്റമിൻ D ഡെഫിഷ്യൻസി കുറവുണ്ടെങ്കിൽ വരാം. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ അലോപേഷ്യ കണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യാൻ നോക്കാം. അതായത് പ്രോപ്പർ വാഷ്, ഹെയർ വാഷ് എന്ന് പറയുന്നത് കറക്റ്റ് ആക്കണം. എല്ലാവരും ഹെയർ മാത്രമാണ് വാഷ് ചെയ്യാറുള്ളൂ. ഹെയറിൻ്റെ റൂട്ട്, അതായത് സ്കാൽപ്പ് ആരും വൃത്തിയാക്കാറില്ല. അപ്പോൾ സ്കാൽപ്പ് നല്ല രീതിയിൽ ക്ലിയർ ആക്കുക. അപ്പോൾ ഡാൻഡ്രഫ് വരുന്നത് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും ഒരു പരിധി വരെ. അതുപോലെ ദിവസത്തിൽ ഇളം വെയിലൊന്ന് കൊള്ളാൻ നോക്കുക. അതുപോലെ നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക, നല്ല ഡയറ്റ് പ്ലാൻ ചെയ്യുക. അതുപോലെ നമ്മൾ ക്ലിനിക്കിൽ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഹെയർ മീസോതെറാപ്പി എന്ന് പറയുന്നത്. ഇങ്ങനെ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് വിചാരിച്ചൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. നിങ്ങൾ അലോപേഷ്യ ഇഷ്യൂ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നീൻസ്ഗ്ലോയ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഹെയറിന് എന്താണ് ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുമാണ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായി ഡു വിസിറ്റ് നീൻസ്ഗ്ലോ.